വിൻഡോസിൽ ഇനി വാട്സാപ്പ് ലഭിക്കില്ല. പകരം എന്ത്? കമ്പ്യൂട്ടറിൽ വാട്സാപ്പ് ഉപയോഗിക്കാൻ സഹായിക്കുന്ന വിൻഡോസ് വേർഷൻ ആപ്പിന്റെ പ്രവർത്തനം വാട്സാപ്പ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. പകരം എന്താണ് സംവിധാനം എന്നല്ലേ? വെബ് ബ്രൗസർ അടിസ്ഥാനമാക്കിയുള്ള പുതിയ സംവിധാനമാണ് വരാൻ പോകുന്നത്. നിലവിൽ ആൻഡ്രോയിഡ്, iOS, മാക് OS, വെയർ OS, വിൻഡോസ് തുടങ്ങി പല പ്ലാറ്റ്ഫോമുകളിൽ വാട്സാപ്പ് ലഭ്യമാണ്. ആപ്പിന്റെ പ്രവർത്തനം അവസാനിക്കുന്നതോടെ ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുമെന്നതിൽ സംശയമില്ല. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഒരേ സമയം പുതിയ ഫീച്ചറുകൾ നൽകുന്നത് ഒഴിവാക്കുക എന്നതാണ് ഈ തീരുമാനത്തിന് കാരണം. ഇനി മുതൽ വെബ് റാപ്പർ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരിക്കും വാട്സാപ്പ് വിൻഡോസ് കമ്പ്യൂട്ടറുകളിൽ ലഭ്യമാകുക. ഇവിടെ ഒരു ആപ്ലിക്കേഷനായി പ്രവർത്തിക്കുന്നതിന് പകരം വാട്സാപ്പ് വെബ് ബ്രൗസർ വഴിയായിരിക്കും പ്രവർത്തിക്കുന്നത്. മൈക്രോസോഫ്റ്റ് എഡ്ജ് ബ്രൗസറിന്റെ വെബ് വ്യൂ 2 സാങ്കേതിക വിദ്യയുമായി ഇത് യോജിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. വെബ് റാപ്പർ സംവിധാനം എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഒരുമിച്ച് മാറ്റം നടപ്പിലാക്കാൻ സഹായിക്കും. പുതിയ 2 അപ്ഡേഷനുമായി വാട്സാപ്പ് വരുന്നു എന്ന സന്തോഷ വാർത്ത കൂടി ഇതിനോടൊപ്പം വരുന്നുണ്ട്. വാട്സാപ്പ് സ്റ്റാറ്റസിൽ പരസ്യങ്ങളും ചാനലുകൾ പ്രൊമോട്ട് ചെയ്യാനാകുന്ന ഫീച്ചറുകളും പരീക്ഷിക്കുന്നതായി റിപ്പോർട്ടുകൾ. ആപ്പിലെ അപ്ഡേറ്റ്സ് ടാബിലാകും ഈ ഫീച്ചർ ലഭ്യമാകുക. സ്പോൺസേർഡ് എന്ന ലേബലോടെയാകും സ്റ്റാറ്റസ് അപ്ഡേറ്റിൽ ദൃശ്യമാകുന്ന പരസ്യങ്ങൾ വരിക. സ്വകാര്യ ചാറ്റുകൾ, ഗ്രൂപ്പുകൾ, കോളുകൾ എന്നിവയിൽ പരസ്യങ്ങൾ ഉണ്ടാകില്ലെന്നും വാബീറ്റ ഇൻഫോയുടെ റിപ്പോർട്ടുകൾ പറയുന്നു. ഈ 2 ഫീച്ചറുകളും നേരത്തെ ആൻഡ്രോയിഡിൽ പരീക്ഷിച്ചിരുന്നു. ഇപ്പോൾ iOS പതിപ്പായ 25.20.10.78 ഏറ്റവും പുതിയ ബീറ്റയിൽ ലഭ്യമായിട്ടുണ്ട്. ചാറ്റിംഗ് അനുഭവത്തെ തടസ്സപ്പെടുത്താതെയാണ് സ്റ്റാറ്റസ് വിഭാഗത്തിലേക്ക് മാറ്റത്തക്ക വിധമാണ് ഈ പരസ്യങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് വാട്സാപ്പ് പറയുന്നു. ബിസിനസ്സുകൾക്ക് പ്രമോഷണൽ ഉള്ളടക്കം പങ്കിടാൻ കഴിയും. ഉപയോക്താക്കൾക്ക് ഈ പരസ്യങ്ങൾ ഒഴിവാക്കാനോ തടയാനോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനോ ഉള്ള ഓപ്ഷനുകളും ലഭ്യമാണ്. ഭാഷ, പ്രദേശം, മുൻ പരസ്യ ഇടപെടലുകൾ തുടങ്ങിയ കുറഞ്ഞ ഡേറ്റ ഉപയോഗിച്ചാണ് പരസ്യങ്ങൾ കാണിക്കുന്നതെന്നും വാട്സാപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഉപയോക്താക്കളുടെ സമയം ലാഭിക്കാൻ പുതിയൊരു ഫീച്ചർ കൂടി വരുന്നുണ്ട്. ഉപയോക്താക്കൾ വായിക്കാത്ത സന്ദേശങ്ങൾ സംഗ്രഹിക്കാനുള്ള AI ഫീച്ചറാണ് വാട്സാപ്പ് അവതരിപ്പിക്കുന്നത്. വാബീറ്റ ഇൻഫോ റിപ്പോർട്ട് പ്രകാരം ഫീച്ചർ നിലവിൽ പരീക്ഷണ ഘട്ടത്തിലാണ്. ഉപയോക്താവിന് ഇഷ്ടമുള്ള ചാറ്റുകളിലെ വായിക്കാത്ത സന്ദേശങ്ങൾ സംഗ്രഹിക്കുന്നതിനായി പുതുതായി ക്വിക്ക് റീക്യാപ്പ് ഓപ്ഷൻ നൽകും. ഈ ഫീച്ചർ ഒരു സമയം ഒരു ചാറ്റിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂവെങ്കിലും ഉപയോക്താക്കൾക്ക് ക്വിക്ക് റീക്യാപ്പ് ഉപയോഗിച്ച് ഒരേ സമയം 5 സംഭാഷണങ്ങൾ വരെ സംഗ്രഹിക്കാൻ കഴിയും. നിലവിലുള്ള മെസ്സേജ് സമ്മറി സവിശേഷതയിൽ നിന്ന് വ്യത്യസ്തമായി തിരഞ്ഞെടുത്ത ചാറ്റുകളിലെ വായിക്കാത്ത സന്ദേശങ്ങളുടെ കൂടുതൽ വിശദമായ സമ്മറി പുതിയ ക്വിക്ക് റീക്യാപ്പ് ഓപ്ഷൻ നൽകും. വ്യക്തിഗത ഗ്രൂപ്പ് ചാറ്റുകൾ സംഗ്രഹിക്കുന്നതിനായി ക്വിക്ക് റീക്യാപ്പ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. പുതിയ ഫീച്ചർ എന്നു മുതൽ നിലവിൽ വരുമെന്ന് വാട്സാപ്പ് വ്യക്തമാക്കിയിട്ടില്ല. നന്ദി.